ഹലോ കൂട്ടുകാരെ, രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അടുത്തുള്ള അമ്പലമാണ്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അമ്പലം നെടുവത്തൂർ ചിറക്കടവ് ദേവീക്ഷേത്രമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിങ്ങളെ കാണിക്കുന്നത്. പോകുന്ന വഴി തന്നെയാണ് നെടുവത്തൂർ പഞ്ചായത്തൊക്കെ. ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയാണ് പഞ്ചായത്തൊക്കെ. അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് നെടുവത്തൂർ പഞ്ചായത്ത്. ഇവിടെ കടയൊക്കെ ഉണ്ട്, രാജൻ സ്റ്റോഴ്സ്. ഇതാണ് നെടുവത്തൂർ പഞ്ചായത്ത്. അങ്ങോട്ട് ചേർന്ന് തന്നെ കൃഷിഭവനും ഉണ്ട്. രാവിലെയാണ് പോകുന്നത്. രാവിലെ 7 മണിക്കാണ് പോകുന്നത്. അവിടുത്തെ ബാങ്ക് ഇവിടെ തന്നെയാണ്. നെടുവത്തൂർ സർവീസ് സഹകരണ ബാങ്കും അവിടെ ഇത് തന്നെയാണ്. ഇതാണ് ബാങ്ക്. രാവിലെ നല്ല അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല. അതുകൊണ്ട് നടന്നു പോവുകയാണ് ഞാൻ. അവിടെ ചായക്കടയൊക്കെ ഉണ്ട്. ചായക്കട ഞാൻ കാണിക്കുന്നില്ല, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല ആളുകളുണ്ട് അവിടെ. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ എടുക്കാൻ പോകുന്നില്ല, നേരെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കാരണം അമ്പലത്തിൽ പോകല്ലേ. ഞങ്ങൾ ചേർന്ന് തന്നെയാണ് ജനസേവന കേന്ദ്രവും. ഇവിടെയൊക്കെ വീടുകളുണ്ട്. നല്ല വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു. അതിൻ്റെ വെള്ളക്കെട്ടൊക്കെയാണ് കാണുന്നത് റോഡിലൊക്കെ. അവിടെ ഈ റോഡ് വഴി ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ. അത് ഞാൻ കാണിച്ചായിരുന്നു നേരത്തെ വീഡിയോയിൽ. ഇവിടെ എല്ലാം കടകളൊക്കെ ഉണ്ട്, കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്. രാവിലെ സ്കൂൾ വണ്ടികളെ തിരക്കാണ്. കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട്. രാവിലെ എല്ലാം ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഈ സൈഡൊക്കെ ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ആയി, വീടുകളും കടകളൊക്കെ ആയി. നേരത്തെ ഇവിടെ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. ഇവിടെ പോകാൻ തന്നെ പേടിയായിരുന്നു. ഇവിടെ എല്ലാം വീടുകളായി. നല്ല കാടെന്ന് വെച്ചാൽ നല്ല കാടായിരുന്നു ഇവിടെ മൊത്തം. ഇപ്പോൾ എല്ലാം വെട്ടി തെളിച്ച് വീടുകളൊക്കെ ആയി. എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണത്. കുറുമ്പാലി പോകുന്നതുണ്ട്, പുത്തൂർ പോകുന്നതുണ്ട്. പുത്തൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റിയാണ്. 2 വഴി കൂടെ വേണമെങ്കിലും പോകാം. ആ വഴി ഞാൻ കാണിക്കാം. ആ വഴിയോട് ചേർന്ന് തന്നെ ചെറിയൊരു കാവുണ്ട്, മൂർത്തിക്കാവെന്നാണ് പറയുന്നത്. ഇതിലൂടെയൊക്കെ പോകാൻ തന്നെ പേടിയായിരുന്നു നേരത്തെയൊക്കെ, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ. ഞാനൊക്കെ ഒരുപാട് കിടന്ന് പേടിച്ചിട്ടുണ്ട് രാത്രിയിലൊക്കെ. കാരണം ഇപ്പം പേടിയൊന്നുമില്ല. ഇതാണ് മൂർത്തിക്കാവ്. മൂർത്തിക്കാവ് അപ്പൂപ്പനാണ്. ഇവിടെ 2 റോഡാണ്. ഇങ്ങോട്ട് പോയാൽ കുറുമ്പാലൂർ പുത്തൂരാണ്. പുത്തൂർ പോകാം, പക്ഷെ അത് വലിയ നല്ല റോഡല്ല. ഇതിലെ കൂടെ പോയാലും പുത്തൂർ പോകാം. ആനക്കോട്ടൂർ പുത്തൂർ. ആനക്കോട്ടൂർ എന്ന് വെച്ചാൽ ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. ആനക്കോട്ടൂർ കുറുമ്പാലൂരൊക്കെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. ഇതിലെ ബസ് റൂട്ടൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും എല്ലാം ഉണ്ട്. ഇവിടെ കടകളുണ്ട്. നേരത്തെ ഇവിടെ ഒരു കൊച്ചു കടയുണ്ടായിരുന്നു, ഇപ്പം വലിയ വലിയ കടകളായി. വീട്ടുകാരുടെ തന്നെ കടയാണ്. ഒരു വളവുണ്ട്. അങ്ങോട്ടാണ് പുത്തൂർ പോകുന്നത്. ഇതാണ് ആർച്ച് ഇവിടുത്തെ അമ്പലത്തിൻ്റെ. കോൺക്രീറ്റ് റോഡാണ്.
ഈ റോഡ് ഇറങ്ങി ചെല്ലുന്നതാണ് നെടുവത്തൂർ ദേവീക്ഷേത്രം. നല്ല ഇറക്കമാണ്. വണ്ടികളൊക്കെ പോകുന്നതാണ് ഇതിലെ കൂടെ തന്നെ. നേരത്തെയൊക്കെ ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചില്ലകളൊക്കെ പോയിട്ടുണ്ട്. അമ്പലത്തിൽ വൈകിട്ടും രാവിലെയൊക്കെ കൈ കോർത്ത് പിടിച്ച് ഇതിലൂടെ പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാതെയാണ്. കാരണം എന്നും വൈകിട്ട് ഞങ്ങൾ ഒന്നിക്കുന്ന ഇവിടാണ് അമ്പലത്തിൽ. ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നും വൈകിട്ട് ഇവിടെ വരുമായിരുന്നു ഈ അമ്പലത്തിൽ, ഞാനും കൂട്ടുകാരുമൊക്കെ. ഇവിടെ ആലൊക്കെ ഉണ്ടായിരുന്നു. ആളിൻ്റെ മൂട്ടി വന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് 8-8:30 ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ആൽമരമൊക്കെ മുറിച്ച് കളഞ്ഞു. പകരത്തിന് ചെറിയൊരു ആൽമരം ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഈ അമ്പലത്തിൻ്റെ പിറകിലൊക്കെ ആൽമരം ഉണ്ടായിരുന്നു, അതെല്ലാം മുറിച്ച് കളഞ്ഞു. അതുവഴി വണ്ടികൾ പോകത്തില്ല, ഇതുവഴിയാണ് വണ്ടികൾ പോകുന്നത്. കാരണം നേരെ വണ്ടികൾ പോകത്തില്ല, അമ്പലം കിടക്കുന്നുണ്ട്. നേരത്തെ വണ്ടി പോകുമായിരുന്നു, കൊച്ചു വണ്ടികൾ പോകുമായിരുന്നു. അപ്പോൾ അതെല്ലാം അടച്ചു. ഇതുവഴിയാണ് വണ്ടികൾ പോകുന്നത്. അവിടെ കുളമുണ്ട്, അമ്പലക്കുളമാണ്. ഇതാണ് അമ്പലം. നെടുവത്തൂർ ചിറക്കട ഭദ്രകാളി ക്ഷേത്രമാണ്. അമ്പലം പണി നടക്കുകയാണ്. അതിന് അകത്തെ ഫോട്ടോ ഞാൻ എടുക്കുന്നില്ല, അകത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. കാരണം അമ്പലത്തിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ആ കുളത്തിനോട് ചേർന്ന് തന്നെ ആടിച്ചോടുകയുണ്ട്. കല്യാണങ്ങളൊക്കെ നടക്കുന്ന ആടിച്ചോടുകയാണ്. മിക്കവാറും ഞായറാഴ്ചകളിൽ കല്യാണങ്ങളുണ്ട് ഇവിടെ. അവിടെ നിന്നും തന്നൊരു അമ്മൂമ്മ എനിക്ക് പായസം കൊണ്ടുവന്നു. രാവിലെ പായസം ഉണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി തന്നു. അതും കഴിച്ചിട്ട് അമ്പലത്തിൽ ഒന്ന് കിടന്ന് കഴിച്ചു. ചെമ്പോല സമർപ്പണം. അകത്തുള്ള വീഡിയോ എടുക്കുന്നില്ല, പുറത്തുള്ള വീഡിയോ എടുക്കുന്നുള്ളൂ. അകത്ത് കയറി വന്ന് ചന്ദനമൊക്കെ കിട്ടി. ഇന്ന് വലിയ തിരക്കില്ല അമ്പലത്തിൽ. അങ്ങനെ ചന്ദനമൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ആൽമരത്തിൽ ഇരിക്കുകയാണ്, ആൽമരത്തിൻ്റെ ചൂട്ടിൽ. ഇതാണ് വെച്ച് പിടിപ്പിച്ച ആൽമരം പുതിയതായിട്ട്. ഇതേപോലെ കുളമുണ്ട്, കുളത്തിൽ പായലൊക്കെ ഉണ്ട്. പായൽ മാത്രമല്ല, ഇതിനകത്ത് മീനൊക്കെ ഉണ്ട്, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അവിടെയാണ് മൈക്കിരിക്കുന്നത്. നേരത്തെ മൈക്കായിരുന്നു, ഇപ്പോൾ അതെല്ലാം മാറ്റി ബോക്സാക്കി. അതെ, ഇതാണ് കുളം. അത് ചേർന്ന് തന്നെ ആടിച്ചോടിയുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് കറങ്ങിയിട്ടുള്ളതാണ്. പഠിക്കുന്ന സമയത്തൊക്കെ ഞാനും കൂട്ടുകാരികളും എല്ലാം ഒന്നിച്ച്. അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെയൊക്കെ പണി നടക്കുകയാണ്. പണി നടക്കുകയാണ്. ഇതിനകത്താണ് സ്റ്റേജൊക്കെ ഇതിൻ്റെ അകത്താണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞാൻ തിരിച്ചു പോകാൻ പോവുകയാണ്. രാവിലെ നല്ല അന്തരീക്ഷമാണ്, മഴയൊന്നുമില്ല. ചേർന്ന് തന്നെ കമ്മിറ്റി ഓഫീസുണ്ട്. ഫ്രണ്ടിൽ തന്നെ രണ്ട് ആൽമരം ഉണ്ടായിരുന്നു, അതെല്ലാം മുറിച്ച് കളഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴി തന്നെ ഒരു വണ്ടി കണ്ട് കിടക്കുന്നു. ടാറ്റയുടെ വണ്ടിയാണ്. എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. ഇതാണ് റോഡ്, കൊട്ടാരക്കര പോകുന്ന റോഡ് ഇതാണ്. ഞങ്ങൾ അവിടുത്തെ മെയിൻ ജംഗ്ഷനാണ് പ്ലാമൂടി ജംഗ്ഷൻ. ഈ റോഡ് ചെന്ന് ഇറങ്ങുന്ന ഹൈവേ റോഡാണ്, NH ഹൈവേ റോഡാണ്. ആ ജംഗ്ഷൻ്റെ പേരാണ് പ്ലാമൂടി ജംഗ്ഷൻ.
നടന്നു പോവുകയാണ് ഞാൻ അങ്ങോട്ട്. എനിക്ക് ഇതുവഴിയും വീട്ടിലേക്ക് പോകാം. ഇവിടെ കൊച്ചു വഴിയുണ്ട്, അതുവഴി എനിക്ക് വീട്ടിലേക്ക് പോകാം. പക്ഷെ ഞങ്ങളെ വഴിയല്ല അത്, ഞങ്ങൾക്ക് അപ്പുറത്തൂടാണ് വഴി. അതുകൊണ്ട് ഞാൻ അതിലൂടെ പോകുന്നില്ല. അപ്പോൾ എങ്ങോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇതാണ് രാവിലത്തെ വീഡിയോ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ അല്ലേ?